നടക്കുന്നുണ്ട്, JCB തള്ളിക്കുണ്ട്. അപ്പോഴേ നമ്മളിതാ രാത്രി വീണ്ടും വന്നേക്കാട്ടാ. അപ്പോൾ നിങ്ങളായിരിക്കും അന്ന് രാത്രി വന്നതാണ്, സംഭവം അതല്ല. അന്ന് രാത്രി പരിപാടി നടന്നില്ല, വെള്ളം കയറിയിട്ട് ആകെ നാശമായിട്ട് പരിപാടി ഡ്രോപ്പ് ചെയ്ത്. ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് പണിക്കാരൊക്കെ തിരിച്ചു പോരുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് പണി നിർത്തിച്ചിരിക്കുകയാണ്. ഇതൊരു ദിവസം കൂടി കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസ് ആട്ടാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ കണ്ടാ, ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടോടത്തുനിന്ന് ഏകദേശം കുറച്ചുകൂടി മുന്നോട്ടേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇത് കണ്ട ലൈറ്റ് കമ്മി ആയതുകൊണ്ടാട്ടോ. ഇത് JCB ആണ്, ശരിക്കും കാണിച്ചു തരാം. കണ്ട ഇവിടെ അങ്ങനെ ഒരു JCB ഉണ്ടോ നിർത്തിക്കണ്. ഉരുവിൻ്റെ ഫ്രണ്ടേജാണ്. പിന്നെ അവിടെ അതങ്ങനെ 2 ബാരൽ സെറ്റ് ചെയ്ത് വെച്ചിന്. അത് അടുപ്പിച്ച് വെച്ചിട്ടാണ് JCB കൊണ്ട് തള്ളാണെന്ന് തോന്നുന്നുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും JCB ഇവിടെ കൊണ്ടുവച്ചിരിക്കണ്. നിങ്ങളാ ഡ്രൈവർ അല്ലേ? പിന്നെ ഒരു ആണെന്നുണ്ടെങ്കിൽ ഇറങ്ങി ഈ പ്ലാറ്റ്ഫോമാണ് കണ്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചതാണ് പ്ലാറ്റ്ഫോം ഇടുന്ന കാര്യം. ഈ പ്ലാറ്റ്ഫോം നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ റോളർ ഇട്ടിട്ടാണ് ഇത് ഇറങ്ങിപ്പോണേ. പോയി ഏറെക്കുറെ ഇതാ വെള്ളത്തിനടുത്ത് വരെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഒരു നീര് തൊടാനുള്ള ഒരു പരിപാടിയിലാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടി അപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ, ഉരുവിൻ്റെ അടിയിൽ കൂടെ കേട്ടോ. അങ്ങനെ വന്ന് കണ്ട റോളറൊക്കെ പോയി നേരെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇതിവിടെ വെച്ച് നിർത്തി വെച്ചേക്കാണ്. ഇനിയിപ്പോൾ ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം കയറി ഇങ്ങനെ കയറിയിട്ട് അവിടെ വരെ അത് കയറും. അപ്പോൾ ഈ മരത്തിൻ്റെയൊക്കെ മേലേക്കൊക്കെ വെള്ളം വരും. ആ സമയത്ത് മാത്രമാണ് നമ്മുടെ JCB വെച്ചിട്ട് തള്ളാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതാ JCB അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്തുകൊണ്ട് നിൽക്കും. അതേപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ബാക്കിൽ 2 കയറിട്ടിരിക്കും. ഇത് നമ്മുടെ ചാലിയാർ പുഴ. ഇവിടുന്ന് ലൈറ്റ് കമ്മിയതൊന്നും ഇവിടെ കാണില്ല. നേരത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ, പകൽ ഞാൻ കാണിച്ചു തന്നെ ആ പുഴയാണിത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വെക്കുമ്പോൾ ഇവിടെ നിന്ന് വെള്ളമില്ല, വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് വെള്ളമില്ല. ഇപ്പോൾ വെള്ളം കയറി വരികയാണ്. അതിൻ്റെ ആ ഉരുവിൻ്റെ ഹൈറ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാമല്ലോ, ആ അടിഭാഗം എത്ര ഹൈറ്റ് ഉണ്ട്. അവിടുന്ന് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 3 അടിയോളം വെള്ളം കയറി നിൽക്കുന്നുണ്ടാവും ഉരുവിൻ്റെ അടിഭാഗത്ത്. പിന്നെ അതൊക്കെ നമ്മളെ പങ്ക അങ്ങോട്ട് ഇടും തിരിക്കുന്ന സാധനങ്ങളൊക്കെ ആവശ്യം വെള്ളത്തിൽ തട്ടിക്കണ്. ഇനി ഈ വെള്ളം കയറി ഇങ്ങോട്ട് കയറും. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഭാഗമൊക്കെ വെള്ളം കയറും. അവിടുന്ന് കയറി ഏകദേശം കുറച്ച് മാക്സിമം വെള്ളം കയറുന്ന സമയമാകുമ്പോൾ JCB അവിടുന്ന് തള്ളും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് ബോട്ട് കയറ് കെട്ടിയിട്ട് ബോട്ട് ബാക്കോട്ടേക്ക് വലിക്കും. ആ സമയത്താണ് ഉരു ഇറങ്ങി പോവുക. അത് എപ്പോഴാണ് എനിക്ക് അറിഞ്ഞൂട കേട്ടോ. ഇത് നമ്മൾ വിചാരിക്കണ പോലെ പെട്ടെന്ന് നടക്കണ ഒരു കാര്യമല്ല. ഈ ഈ ഉരുവിനെ വെള്ളത്തിലേക്ക് ഇറക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടൈം ഇട്ടും കഴിഞ്ഞിട്ട് ഇന്ന് എന്തായാലും ഇന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കും നടക്കൂല. സാഹചര്യങ്ങൾ ഫുള്ളായിട്ട് സെറ്റായി ഒത്തു വന്നാൽ മാത്രമേ ഈ ഒരു പരിപാടി നടക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു കുത്തി പോണ കേസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറേ ബുദ്ധിമുട്ട്. പിന്നെ അതിനെ കയറ്റിയിട്ട് രണ്ടാമതും വെള്ളത്തിലേക്ക് ഇറക്കാനൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ഇറങ്ങി പോകുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വെള്ളം കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ. ഇപ്പോൾ സമയം ഇപ്പോൾ ഏറെക്കുറെ എന്തായെന്ന് വെച്ചാൽ കണ്ട 22:32. അങ്ങനെ പറയുമ്പോൾ 10:30 മണിയായിരിക്കും. ഒരു 12 മണി 11:30 ആകുമ്പോഴത്തേക്ക് തള്ളുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ തന്നെ റോളർ ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് JCB അതിൻ്റെ ഇടയിൽ വെച്ച് തള്ളിയിട്ടേക്കാട്ടോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ വെള്ളം ഉണ്ടായിരിക്കില്ല, വെള്ളം ഇറങ്ങിയ സമയമായിരിക്കും. ഇനി വെള്ളം കയറി വരുമ്പോഴാണ് ബാക്കി പരിപാടികൾ. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്തേക്കണേ. ഞാനും അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക്. പിന്നെ അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ പണിക്കാർക്ക് ഫുൾ പണി തന്നെ കേട്ടോ. രാവും പകലില്ലാണ്ട് പണി തന്നെ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ഉരു ഇറങ്ങിപ്പോയ ബാക്കിയുള്ള പലകളൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ, ഇതൊക്കെ എടുത്ത് മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ
വെള്ളം കയറി വരുന്ന സമയത്ത് പല കയറിയിട്ട് അതാണ്ട് ഒലിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. പിന്നെ ബാക്കി ഇനിയിപ്പോൾ വെള്ളം കയറുന്ന സമയത്ത് ഉരുവിനെ തിരിച്ച് അതിലേക്ക് തള്ളി വിടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും സജ്ജീകരണങ്ങളൊക്കെ ചെയ്യാണ്ടെങ്കിൽ അത്രയും കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാലും ഇവർക്ക് പണി തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ റിലീസാവും. ആ റിലീസാവുന്ന സാധനങ്ങളൊക്കെ വലിച്ച് കരക്ക് കയറ്റിടണം. മൂപ്പാ എന്തൊക്കെയാ എവിടെ എത്തിയപ്പോ? ഇനിയിപ്പോൾ ഏകദേശം എത്ര സമയമാവും? രാത്രി 1 മണിക്കാവും അല്ലേ? ചെറിയ വെള്ളമില്ലേ. ഇന്നലെ ഇതിലും പെട്ടെന്ന് വെള്ളം കയറി വന്നില്ലേ? ഇതില്ല, ഇത് അങ്ങനെ ഓരോ ദിവസം ഇത് കുറഞ്ഞിട്ടേ വരുള്ളൂ. ഇനി അടുത്ത 28ൻ്റെ വെള്ളത്തിന് വെള്ളം ഫുള്ള് കയറും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെടുത്തി. അതാണ് മൂപ്പരായിട്ട് ഇതിൻ്റെ മെയിൻ മൂപ്പര് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് നടക്കുക. ആളെ സമ്മതിക്കണം അല്ലേ? പ്രായമായിട്ടുള്ള ആളാണ്, പക്ഷേ തലയ്ക്കാണ് കായ്. മൂപ്പര് പറയുന്നു, ബാക്കിയുള്ളവർ ചെയ്യുന്നു. പോണ്ട, ഇവിടെ എത്തിക്കുന്ന സംഭവം പിന്നെ എൻ്റെ കൂടെ നിൻ്റെ അനിയൻ ചക്കനും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഞാനും വിചാരിച്ചത് എങ്ങനെയാണ് ഒരിത് തള്ളണേന്നുള്ളത്. ഇതുണ്ടെങ്കിൽ ഉരുവിൻ്റെ ഏറ്റവും ബാക്സിലെ ഭാഗമായിട്ടത് ഇവിടെ കണ്ട ഈ കയറ് ഇങ്ങനെ കെട്ടിയിട്ട് ഒരറ്റത അങ്ങോട്ടേക്കും പറഞ്ഞയച്ചിട്ട് ഒരറ്റത ഇങ്ങോട്ടേക്കും പറഞ്ഞയച്ചു. ഈ ഉരുവിൻ്റെ 2 സൈഡത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതിനുള്ളിൽ കൂടെ അങ്ങ് പുഴ വരെ ഈ സാധനം പോയിട്ടാ കയറ്. കേട്ടാ ഈ കയറ് നേരെ അതിനുള്ളിൽ കൂടെ അപ്പുറത്ത് വെള്ളത്തിലേക്കാണ്. ആ 2 അറ്റുണ്ടല്ലോ, ഈ അറ്റും ഇതിൽ അതിൻ്റെ അപ്പുറത്തൂടെ പോയ സെറ്റപ്പ് ഉണ്ടല്ലോ, നേരെ ഈ അറ്റും ഒരുമിച്ച് ബോട്ട് വലിക്കും. ഇതൊരു ബോട്ട് മേലുണ്ടാവും, അപ്പുറത്ത് വേറൊരു ബോട്ട് മേലുണ്ടാവും. അതിന് പുറമെ ഒരു ചെയ്തിച്ച സെറ്റപ്പ് വേണ്ട നമ്മുടെ പുള്ളി. അതേപോലെ തന്നെ അപ്പുറത്ത് ഒരു മരത്തിൻ്റെ മുകളിൽ ഈ ഇരുമ്പിൻ്റെ റോപ്പ് കെട്ടിയിട്ടുണ്ട്. അത് ഇതുമ്മ കൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടാ, ജസ്റ്റ് കൊണ്ടുവന്നിട്ട് നേരെ ഈ കാണുന്ന പുള്ളി ദാണ്ട പുള്ളിക്കണ്ട പുള്ളിക്കിട്ട് ലോഡ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അന്ന് കറക്കിന് ഈ സാധനം കറങ്ങുന്നതിനനുസരിച്ചിട്ട് വീണ്ടും ഇത് ലോഡാവും. അതിന് കൂടെ ബോട്ട് വലിക്കണ, പിന്നെ JCB, ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോഴാട്ടാ ഇത് വെള്ളത്തിലേക്കാണ്ട് ഇറങ്ങി പോവുക. അപ്പോൾ അതാണ് ഇനി ആ ഒരൊറ്റ കാര്യം മാത്രമാണ് നമുക്ക് കാണേണ്ടത്. ആ ഒരൊറ്റ കാര്യം കാണാൻ വേണ്ടിയിട്ടാണ് കണ്ട ആൾക്കാർ മുഴുവൻ ഇപ്പോൾ ഇതിനു വേണ്ടി മെനക്കേണ്ടത്, ഞാൻ ഉൾപ്പെടെ. മണി 11 മണി ഇപ്പം തന്നെ അയക്കുന്നു. 11 മണിയാ ഇപ്പം തന്നെ അയക്കുന്നു. ഇനി ഒരു 2 മണിക്കൂർ കൊണ്ട് വെള്ളം മതിയാവുമെന്ന് തോന്നില്ല. 1 മണി 2 കണക്കായിക്കോളെ. എന്തായാലും തള്ളൂലേ? ഇനി നമുക്ക് കള്ളാൻ്റെ കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ബോട്ട് 2-3 ബോട്ട് വെച്ച് പിടിക്കാൻ. അതും പിന്നെ ബാക്കിയുള്ള ഞങ്ങൾ ഉണ്ടലൊക്കെ ആയിട്ടായിട്ട് പോകും കേട്ടോ. സാധിക്കാം നമുക്ക്. ഞാൻ പോയിട്ടേ ഇവിടെ കഴിച്ചു പോയി ഒരു 1 മണിയാകുമ്പോൾ വരാം അല്ലേ? 1 മണിയാകുമ്പോൾ വരാം. ശരി. ഇന്നലെ വന്ന് കാര്യം നടന്നില്ല, കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് പോയി. ഇന്നിപ്പോൾ അത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യമാണ്. ചില കാര്യങ്ങൾ ഇങ്ങനെ ഇത്രയും വാശിക്കൊന്നും ഉണ്ടാവലില്ല, പക്ഷെ എന്നാലും ഇത് കണ്ടിട്ട് ഇത് വിടാൻ പറ്റുള്ളൂ എന്നൊരു തോന്നല്. കട അതേ കാണുന്ന നമ്മുടെ ഉരുവും JCB അത് ഇനി നീറ്റിലിറക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകും. അപ്പോൾ ഇവിടെ കിടന്നുറങ്ങുമ്പോൾ അത്യാവശ്യം ഒച്ചപ്പാടൊക്കെ കേട്ട് നമുക്ക് നീക്കാലോ.
കേട്ടോ അവിടെ തീ നടക്കുന്നുണ്ട്, അവിടെ JCB തള്ളിക്കുന്നുണ്ട്. കഴിക്കടിക്കല് ചരി പോക്കാൻ പോയതല്ലേ. ഒരു ലോഡ് വെച്ചിനെ വലിയ 2 മരത്തിൻ്റെ കഷ്ണം കേട്ടോ, ഫുൾ നീളത്തുള്ള മരം 2 പിന്നെ ഇവിടെ ഫുള്ള് പൊന്തി കിടക്കണ ഈ ലോഡ് വെച്ചിന് പലകകളാണ്. അത് വാരിപ്പെറുക്കണ തിരക്കിലാണ് ഇവരെല്ലാവരും കണ്ട. പിന്നെ ഒരു അതാ കിടക്കണം കണ്ട. 3 ബോട്ട് ചെയ്യാണ്ട് പടയാൻ ഒറ്റ വലിയ JCB ഒന്നും തള്ളേണ്ട ആവശ്യം വന്നില്ല. സാധനം അടിച്ചിളക്കി പോയിട്ട് ഒന്നായിട്ട്. ശരിയേ പേടിച്ചു പോയി. കാസിം ഭായ്, മെല്ലെ മതിയാ, നീ തിരിച്ചടിക്കും. മെല്ലെ മതി. ഈ റോപ്പൊന്ന് മാറാക്കി റോപ്പ്. മൂപ്പനെ കണ്ട അരറ്റം വെള്ളത്തിൽ ഇരുന്നിട്ട് പരിപാടി കണ്ട. ഇത്ര പലകഞ്ഞ് ഫുള്ളടിച്ച് കയറ്റുന്ന ഇപ്പം തരണമെന്ന് ആലോചിക്ക്. പിന്നെ ഇനി ഇവരിത് കയറ്റി കഴിഞ്ഞാൽ എനിക്ക് പോവാൻ. എജാതി പോക്കണ ഒരു പോയതല്ലേ. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാനും കൂടി പറ്റിയില്ല കേട്ടാ. എന്ത് പറയാന്ന് വെച്ചാൽ ഞാനങ്ങോട്ട് ഷോക്കായിട്ട് എനിക്ക് വേജറായി. ഇപ്പോൾ 2 സൈഡിൽ നിന്നും ആ കെട്ടിച്ച റോപ്പൊക്കെ ഒരു പോക്കാണ്ട് പോയിട്ട് ഒരു നിലയില്ല. അത് ആ ബോട്ട് 3 വലിച്ചൊരു പോക്കാണ്ട് പോവല്ലേ സാധനം. ചറ പറാണ്ട് ഇനിയിപ്പോൾ അതെവിടെ പോയി നിൽക്കും. നമ്മളിത് കണ്ടില്ലല്ലോ, ഇത് എന്താവും പറയാനിട്ട് ആകെ മൊത്തം ഭയങ്കര സീനായിരുന്നു.
അവസാനം അവർ റോപ്പവിടെ കെട്ടിണ്ടായി. ആ റോഡ് പോയി ലോഡായി. അതിൻ്റെ ബാക്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ കാര്യമുണ്ട്. റോപ്പൊക്കെ അവിടെ ലൂസായി കിടക്കുക. ആ പോണ പോക്കിൽ കൈക്കോ കാലിലോ കുളത്തിൽ അങ്ങോട്ട് കിടക്കും, കൊണ്ട് പോവും. 3 ബോട്ട് വലിക്കുന്ന സാധനമല്ലേ. പിന്നെ പലകകൾ മൊത്തം പൊന്തി കിടക്കുന്നു. നല്ല മൂക്കളൊക്കെ ഉണ്ട്. അരറ്റം വെള്ളത്തിൽ അങ്ങനെ പലകൾ കഴിക്കുക. ഈ സാധനം മൊത്തം കയറണം. ഒരു ടീം ഉരുവിൽ നിന്നെങ്ങാണ്ട് റോപ്പ് വലിച്ചു കയറ്റിട്ടുണ്ട്. പിന്നത്തെ കേസ് എന്ന് വെച്ചാൽ ഇനി ഇതൊക്കെ കയറ്റി കഴിഞ്ഞാണ് എനിക്ക് പോകാൻ. കാര്യം എന്ന് വെച്ചാൽ ഇതിൽ 2-3 പണിക്കാർ നമ്മളെ പേട്ടയിലുള്ള ആൾക്കാരാണ്. ഓര് ഇന്നലെ ഞാൻ രാത്രി ഇങ്ങോട്ട് വരുമ്പോൾ നടന്നിട്ടാണ് തിരിച്ചു പോകണത്. ബൈക്കിൽ ആളിലായിട്ട് നടന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ ചെങ്ങായിൻ്റെ കാറായിട്ടാ വന്ന് ഒറ്റയ്ക്കാണ്. രാത്രി പരിപാടി ആയതുകൊണ്ട് ആരും ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല. അപ്പോൾ പോണ പോക്കിന് ഓരെയും കൂട്ടി പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇത് കഴിയണവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ അല്ലെങ്കിൽ ഇവർ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് നടന്നിട്ട് എത്ര കിലോമീറ്റർ നടക്കാമെന്ന് അറിയാം. വലിയ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മളെ കൂടെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെ സഹായിക്കാന്ന് വെച്ചിട്ടാണ്. ഇനി ചേട്ടാ അതാണ് സെറ്റായില്ലേ. ഞാനേ നിങ്ങളെ തിരക്കും നിങ്ങളെ സമാധാനക്കുറവും കണ്ടിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതാണ് സത്യേട്ടൻ, ഈ ഉരുവിൻ്റെ ഓൾ ഇൻ ഓൾ ഇട്ടാ. അപ്പോൾ എത്ര കാലം ഇത് പരിപാടി തുടങ്ങി എത്തിട്ടാ ഇതിൻ്റെ പണി തുടങ്ങി? ആ, ഇത് ഞങ്ങൾ 4-5 വർഷമായി. ഇത് കൊറോണയ്ക്കായിട്ട് നിർത്തി വെച്ചായിരുന്നു. അത് ശരി. ഇതും മറ്റേതും ഇന്നാളെ ഇറക്കിയത്. എന്നാണ് ഇറക്കിയത്? ഇപ്പോൾ 2 ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ഒരുമിച്ച് തന്നെ ഇറക്കി. കൊറോണ ആയതുകൊണ്ട് ഡിലേ ആക്കി വർക്ക് നിർത്തി വെച്ചാണ്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു സാധാരണ 2 വർഷം കൊണ്ട് ഇറങ്ങേണ്ട കേസ് ഇപ്പോൾ 1.5 വർഷം കൊണ്ട് ഇറക്കണം. 1.5 വർഷം കൊണ്ട് ഇറക്കുന്നതാണ്. ആയിക്കോട്ടെ. എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ പണിയെടുക്കുമ്പോൾ വിളിക്കാമെന്ന് വെച്ചാൽ ഈ സാധനം കരക്കെത്തി കിട്ടുന്നവരെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സമാധാനക്കുറവുണ്ടല്ലോ. അല്ല, വെള്ളത്തിലെത്തി കിട്ടുന്നവരല്ലേ. അല്ലാതെ കാര്യം തന്നെ പറയുമ്പോൾ തന്നെ. ഇനി എത്ര കാലം ഇവിടെ ഉണ്ടാവും ഇത് പേപ്പർ വർക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ 2 ഒരുമിച്ചാ പോവാ? അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഞങ്ങൾ അതാ ആദ്യം ക്ലിയറാണ് ചെയ്യൂലേ. ഇത് ഖത്തറിലേക്കല്ലേ? ദുബായിലേക്ക് പോകും. ദുബായിലേക്ക് പോകും. ദുബായിൽ നിന്ന് തന്നെ പണി പേപ്പർ. ഇത് ചരക്കാവശ്യത്തിനല്ലല്ലോ, ആഡംബര ലക്ഷറി ആഡംബര നൗകയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് അല്ലേ? സത്യാറിൻ്റെ അതിൽ ഇപ്പോൾ എത്രാമത്തെ ഊര് അവിടുന്ന് പോണേ? ഇത് 10ാമത്തെ ഊര്. എല്ലാവരും പുറത്തേക്ക് തന്നെ പോയത്? ഫുള്ള് ലക്ഷറി അല്ലെങ്കിൽ ചരക്ക്? ഫുള്ള് ലക്ഷറി. പിന്നെ ഞങ്ങൾ ഖത്തറിലുണ്ടായിരുന്നു. അവിടെ ഖത്തറിൽ തന്നെയായിരുന്നു വർക്ക്. അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ ഗവൺമെൻറ് അടുത്ത് അതിനുള്ള ബഹുമതി കിട്ടിയിട്ടുണ്ട്. ഗവൺമെൻറ് അടുത്ത് ബഹുമതി കിട്ടിയിട്ടുണ്ട് ഖത്തറിന് ഒരു നിർമ്മാണത്തിനുള്ള. അത് ഇവിടുന്ന് പണിക്കാരെ കൊണ്ടുപോയിട്ടാണ് അത് ചെയ്തത്? അല്ലെങ്കിൽ അല്ല, നമ്മളെ നേതൃത്വത്തിൽ അവിടുത്തെ പണിക്കാർ ചെയ്താൽ അവളുടെ പല രാജ്യത്തുള്ള പണിക്കാരെ വെച്ചിട്ട് നമ്മളെ ഐഡിയ മാത്രം നമ്മളത് പണിക്കാരൊക്കെ അതിലും വലുത് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് അവരും കുട്ടി നാട്ടിലേക്ക് വന്നു. അത് അതിലും വലുത് വേണമെന്ന് പറഞ്ഞപ്പോൾ. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ നാട്ടിലത്തെ ആൾക്കാരാണോ അല്ലെങ്കിൽ പുറം രാജ്യത്തുള്ള ആൾക്കാരാണോ അതിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള ആൾക്കാരുള്ള? ഫേമസ് നമ്മുടെ നാട്ടുകാരാണ്. കേരളത്തിൽ, ഇന്ത്യയിൽ കേരളത്തിൽ ബേപ്പൂരാണ് അതിൻ്റെ ഫേമസ്. ഒരു നിർമ്മാണത്തിൽ ഇന്ത്യയിൽ ബേപ്പൂരാണ് ഫേമസ്. അതിന് ഏറ്റവും നല്ല പണിക്കാർ ഇവിടെ തന്നെയാണുള്ളത്. അതെ. ഫിനിഷിങ് അത് പണ്ട് കാലം തൊട്ട് ചെയ്തു വന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ പുതിയ തലമുറയിലേക്ക് ഉണ്ടോ? പഴയ ആളുകൾ ഉണ്ടാക്കിയെടുത്ത പേരുകൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിലനിർത്തി കൊണ്ടുപോകാന്നുള്ളത്. ഇതായി മൂപ്പനെ പോലത്തെ ആൾക്കാർക്ക്. പണ്ടുള്ള ആളുകൾ കാർഗോള വെസലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഞങ്ങളിപ്പോൾ ചരക്കിനുള്ള സാധനമായിരുന്നു കൂടുതലായിട്ട് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ ഞങ്ങളത് ഒന്ന് വെറൈറ്റി ആക്കി ഇപ്പോൾ ലക്ഷറി മോഡലുകളൊക്കെ ഒന്ന് മാറി. ഇനി ഇതിപ്പോൾ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ 4.5 കോടിയോളം ചെലവ് വരുന്നതെന്നാണ് കേട്ടത്. യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് അറിയില്ല. ഇല്ല, ഒരു 3.5 കോടി ആയിട്ടുള്ളൂ. 3.5 കോടി ഈ ഒരു ഇതിന് ചിലവ് വരും, ഈ ഒരു സ്ട്രക്ചറിൽ ചിലവ് വരും. ഇനി ഇതിപ്പോൾ ഖത്തറിൽ എത്തിക്കഴിഞ്ഞാൽ, അവരെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരിത് സെറ്റപ്പായി വരുമ്പോഴത്തേക്ക് നമ്മളെ ഇന്ത്യൻ്റെ കാശ് ഒരു 13 കോടി രൂപ വരും. മൊത്തമായിട്ട് 13 കോടിയോളം വരും. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ 9 കോടിൻ്റെ ഒക്കെ എക്സ്പെൻസ് വരെ അതിൻ്റെ മുകളിൽ ചിലവാക്കും. എഞ്ചിൻ മാറ്റി പിന്നെ സെറ്റപ്പും ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 13-14 കോടി വരും. ഒരു ഈ ഒരു തരത്തിലുള്ള ഒരു സാധനം ഒരു ലക്ഷറി സെറ്റപ്പിൽ വരാൻ വേണ്ടിയിട്ടല്ലേ. ഏകദേശം എത്ര ആൾക്കാരുടെ പണി ഒന്നുണ്ടാവുമെന്ന് കണക്കൂട്ടാൻ പറ്റും? ഇതൊരു 25 ആളെ പണി ഒരു 1.5 വർഷം എടുത്താൽ അത് 25 ആൾക്കാരുടെ പണി 1.5 വർഷം എടുക്കണം. അതായത് ഒരു 365 ഒരു 600 ദിവസത്തിൻ്റെ അടുത്ത് പണി വരില്ലേ മൊത്തം. അപ്പോഴേ ഒരു വെള്ളത്തിൽ ഇറങ്ങിയിട്ടാ സമയം കണ്ടെങ്കിൽ 2:45 ഏകദേശം 2:30 ആകുമ്പോൾ തന്നെ ഇറങ്ങിപ്പോയിണ്ടാവും.
ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച. രാത്രിയിൽ ഒരു പോക്കാണ്. ഒരു സംഭവിക്ക് പേടിയായി പോയി. എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയില്ലല്ലോ. പോക്കാ, 3 വോട്ട് വലിച്ചൊരു പോക്ക്. ഒരു മറ്റേ എങ്ങനെ എഞ്ചിൻ എങ്ങനെ ഓണാക്കി പോണാര് ഒരു പോണ ബാക്കോട്ടേക്ക്. അവിടെ പോയി അപ്പുറപ്പുറമൊക്കെ ബോട്ടുകളുണ്ട്, എന്തെങ്കിലും തട്ടിപ്പോവും, അങ്ങനെയുള്ള ആകെ മൊത്തം ബേജാറായി പോയി. അത് കയറ് പോണ പോക്കൊക്കെ കാണണം സൈഡിൽ കൂടെ. കൈക്കോ കാലിനെ കുളത്തിൻ്റെ അങ്ങ് എവിടെ എത്തിപ്പോകുന്നറിയാം. എന്നാലും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇത്രയും പണിക്കാർ ഇത്രയും വർഷം എടുത്ത് ആ ഒരു എഫേർട്ടൊക്കെ സെറ്റായിട്ടാണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് അടിപൊളിയായിട്ട് വെള്ളത്തിലിറങ്ങി അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയി പോയിട്ടോ. കുറേ കാത്തു നിന്നു. സത്യം പറഞ്ഞാൽ ഇത് ഇന്നലെ ഇറങ്ങേണ്ട സാധനം ഇന്നലെ വന്ന് നടന്നില്ല. ഇന്ന് വന്ന് ഇത്രയും നേരം ഞാൻ ബൈക്കെടുത്ത് വന്ന് തിരിച്ച് വീട്ടിൽ പോയി കമ്പനിക്കാരൻ്റെ കാറെടുത്ത് വന്ന് വണ്ടി കിടന്ന് ഈ സമയമാകുമ്പോൾ ഇവിടെ വന്ന് അത് ഫുള്ള് കണ്ട് ഒരു വാശിയായി പോയി കാണണം എന്നുള്ളത്. പക്ഷെ അത് കണ്ടതുണ്ടല്ലോ, അതൊക്കെ എക്സ്പീരിയൻസ് തന്നെയാണ് പറഞ്ഞാൽ എക്സ്പീരിയൻസ് തന്നെ. ആ ഒരു സമയം ആ ഒരു കുറച്ച് സമയം ഒരു 30 സെക്കൻഡാണ്. 30 സെക്കൻഡ് വന്ന സെറ്റപ്പ് ഉണ്ടല്ലോ, മറക്കാൻ പറ്റില്ല. അതൊരു അടിപൊളി പരിപാടി. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇങ്ങനൊരു മുതലിറങ്ങുമ്പോൾ ഉണ്ടാവണ മാൻ പവർ, എത്ര ആൾക്കാരെ പണി, ഇത് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവണ ഓരോ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും. ആരും ഉറങ്ങാണ്ട് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത ആൾക്കാരാണ്. ഈ വെള്ളത്തിൽ ഇറങ്ങി കണ്ട പലകളും മുഴുവൻ കയറ്റി കഴിഞ്ഞവർക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഇറങ്ങണതിൻ്റെ പിന്നിലുള്ള അവസാന ഘട്ടത്തിലെ പരിപാടികൾക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, എന്നാൽ ഇതുപോലെ വീഡിയോ ആയിട്ട് കൊണ്ട് കാണാം. ബൈ.